മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പുതിയ നിയമത്തിലെ വചന ശുശ്രൂഷയിലേക്ക് കിടക്കുമ്പോൾ പുതിയ നിയമം പഴയ നിയമവും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. പുതിയ നിയമത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് നൽകിയ സുവിശേഷം രക്ഷകനായ യേശുവിലൂടെ നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധ്യമാവൂ എന്നുള്ള സത്യം നമ്മളെ അറിയിക്കുന്നു. ഓരോ സുവിശേഷങ്ങളെയും പറ്റി നാം വിചിന്തനം നടത്തുമ്പോൾ വിശുദ്ധ വചനം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. ദൈവം തൻ്റെ മക്കൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ആ വചനത്തെ നമ്മളിലേക്ക് അയച്ചു. സ്വർഗരാജ്യത്തിൻ്റെ വിശേഷമാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. പുതിയ നിയമം മത്തായിയുടെ സുവിശേഷത്തിലൂടെ ആരംഭിച്ച് മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരിലൂടെയും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ, 1 കൊറിന്ത്യോസ്, 2 കൊറിന്ത്യോസ്, ഗലാത്തിയ, എഫേസസ്, ഫിലിപ്പി, കൊളോസസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട് എന്നിവയിലൂടെ പുതിയ നിയമം അവസാനിക്കുന്നു. ഇവ ഓരോന്നും ശരിയായ രീതിയിൽ നാം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനും അവ പ്രാവർത്തികമാക്കുവാനായിട്ടും നമുക്ക് സാധ്യമാകും. കാരണം നിത്യനാശത്തിലായിരുന്ന ദൈവജനത്തെ പിതാവായ ദൈവം നിത്യരക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് തൻ്റെ ഏകപുത്രനായ യേശുവിനെ പാപത്തിന് പരിഹാരബലിയായിക്കൊണ്ട് നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. യേശുവിലൂടെ, യേശു നൽകുന്ന പരിശുദ്ധ ആത്മാവിലൂടെ നമുക്കും പരിശ്രമിക്കാം നിത്യജീവനിലേക്ക്. ആ ആനന്ദകരമായ നിമിഷങ്ങൾ നമുക്ക് ഏവർക്കും ലഭിക്കുവാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, ദൈവത്തിനായി നമ്മെ സമർപ്പിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.